ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന നമ്മുടെ കോഴികളൊക്കെ ഇന്ന് കുറച്ച് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇതാക്കാം നമ്മൾ കോഴിനൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ പാടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ, പുല്ലൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. ഈ ഒരു സീസൺ നല്ല ചക്കയും മാങ്ങയൊക്കെ ഉള്ള നല്ലൊരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മളെ കോഴികൾക്കൊക്കെ നല്ലതുപോലെ തീറ്റയൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഇപ്പോഴത്തെ ഒരു സമയം. അപ്പോൾ നല്ലപോലെ ചക്കയും മാങ്ങയൊക്കെ ചീഞ്ഞും അതേപോലെ അവർക്ക് ഇങ്ങനെ കൊത്തി കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്താദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അയച്ചു വിട്ട് വളർത്തുന്ന കോഴികളായിരിക്കണം. അയച്ചു വിട്ട് ആയാൽ മാത്രമേ നമുക്ക് ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ഉപകാരമുള്ളൂ. അതായത് നമ്മളെ കോഴികൾക്ക് തീറ്റ ചെലവ് കുറയ്ക്കാനും. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം നമ്മുടെ കോഴികൾ നാടൻ കോഴികളാണെന്നുള്ളത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോഴികളൊക്കെ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ടാട്ടോ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോഴികൾക്ക് തീറ്റ ചെലവ് നന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് നന്നായി കഴുകി ഒന്ന് വേവിച്ച് നമ്മൾ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ വെറുതെ കിട്ടുന്നതാണല്ലോ, അപ്പോൾ അധികം ചീഞ്ഞതൊന്നുമല്ലാത്ത നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ കൂട്ടിൽ തന്നെ ഇങ്ങനെ ഇട്ട് നിൽക്കാതെ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇറക്കിയിട്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഉഷാറുണ്ടാവും കേട്ടോ. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വലുതാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മാസം വരെ നമ്മളെ തള്ളക്കോയിൻ്റെ അടുത്തൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തള്ളക്കോയിൻ്റെ അടുത്തുനിന്ന് മാറ്റിയിടാം കേട്ടോ. നമുക്കങ്ങനെ അയച്ചു വിട്ടിട്ട് എന്തെങ്കിലും പിടിച്ചു കൊണ്ടുപോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചെറിയ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ, ആ വല വാങ്ങിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒന്നിങ്ങനെ ചൊറച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലിടുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. എന്താ വെച്ചാൽ പുറത്തുനിന്ന് അവർ കൂട്ടും നമ്മൾ ഇനി എത്ര കഴിക്കാൻ കൊടുത്താലും പുറത്തിറങ്ങി കഴിക്കും പോലെ ആവില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളെ കോഴികളൊക്കെ അധികം ഇവിടെ കൂട്ടിലിട്ട് വെക്കാറില്ല. അവരെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ടിട്ട് എന്താ പറയുക വളർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് തീറ്റ ചിലവൊന്നും വലിയ തോതിലില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സമയം കണ്ടെത്തി നമ്മളെ കോഴികൾക്ക് തവിട് കുറച്ച് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഈ വാഴക്കൊമ്പിൻ്റെ ആ ഇതൊക്കെ ഉണ്ടല്ലോ, പൂവോ അല്ലെങ്കിൽ വായൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ, ആ സംഭവം അത് നമ്മളെ അരിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നന്നായിട്ട് ചക്ക ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്ത് ബാക്കി വന്ന ചക്കേൻ്റെ മെഡലൊക്കെ കേട്ടോ. അപ്പോൾ അത് കൊത്തി കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ രാവിലെ അയച്ചു വിട്ട് കൂട്ട് കയറുന്നവരെ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. അവർക്ക് ഒരു മടുപ്പുണ്ടാവില്ല, അവർക്ക് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടി കൊത്തി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. പിന്നെ നല്ലൊരു ഇതാണ് ഈ ഒരു സമയത്ത് ഈ നല്ല ചക്കേൻ്റെ ഒക്കെ ഈ ഒരു സീസണിൽ നമുക്ക് ബ്ലാക്ക് സോൾജർ പുഴുക്കള ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാനിതാക്കിയത്. പിന്നെ ഇവർ കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഇവർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ബ്ലാക്ക് സോൾജർ പുഴുക്കൾ പെട്ടെന്ന് ആയി വരാനൊക്കെ നമ്മുടെ ഈ ചീഞ്ഞ ചക്ക നല്ല ഉപകാരം കേട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ചക്കേൻ്റെ ഒക്കെ നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് എടുത്ത് അതിൻ്റെ മെഡലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നന്നായിട്ടുണ്ടാവും ചക്ക. അത് നമ്മൾ ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്ക് ഏത് പാത്രമാണ് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് വെച്ചാൽ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് തന്നെ പുഴുക്കൾ പെട്ടെന്ന് നമ്മുടെ ബ്ലാക്ക് സോൾജർ പുഴുക്കൾ നമ്മുടെ കോഴികൾക്ക് നല്ലൊരു എന്താ പറയുക നല്ല പ്രോട്ടീൻ കണ്ടന്റുള്ളൊരു ഫുഡ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിനൊക്കെ വളർത്തുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അത് വീട്ടിൽ വളർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ എനിക്ക് പുഴുക്കളെ ഭയങ്കര പേടിയുള്ളൊരു ആളാട്ടോ ഞാൻ. പക്ഷേ നമ്മൾ കോഴികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് സോൾജർ പുഴുക്കളെ ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പം ഒരറുപ്പൊക്കെ ഉണ്ടാവുന്നാലും നമ്മൾ കൈകൊണ്ടൊന്നും എടുക്കില്ല കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു പാത്രത്തിൽ നമുക്ക് നേരെ വെച്ച് കൊടുത്താലോ അല്ലെങ്കിൽ പുഴുക്കളെ വേർതിരിച്ച് വെച്ച് കൊടുത്താലൊക്കെ മതി. അപ്പോൾ ഞാൻ പുഴുവിനെ പേടിയുള്ള ഒരാളാട്ടോ.
ഞാനും കോഴിനെയൊക്കെ വളർത്തുന്നത് കൊണ്ട് തന്നെ ഈ പുഴുക്കളെയൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പം നല്ലൊരു സീസണാട്ടോ നമ്മളെ ഈ പുഴുക്കളെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അതേപോലെ തന്നെ ഒരുപാട് വേസ്റ്റൊക്കെ നമുക്ക് ചക്കേൻ്റെ ഒക്കെ വേസ്റ്റ് ഒരുപാട് നമ്മുടെ വീട്ടുകളിൽ കുറച്ചൊക്കെ അല്ലേ വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ചക്കേൻ്റെ ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ബ്ലാക്ക് സോൾജർ പുഴുക്കളെ വളർത്താൻ തുടങ്ങാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങി കേട്ടോ. ചെറിയൊരു ബക്കറ്റോ ഒരു പരന്ന പാത്രമൊക്കെ എടുത്തിട്ട് വേസ്റ്റൊക്കെ കൊണ്ടുപോയിടുക. 2-3 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ പുഴുക്കളൊക്കെ വരും. അപ്പോൾ നമ്മുടെ കോഴികൾക്കൊക്കെ ഒരു 10-20 ദിവസം ആകുമ്പോഴേക്ക് നമ്മുടെ പുഴുക്കളൊക്കെ നല്ല പരുവായിട്ടുണ്ടാവും നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ആരും വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം ഒന്നും പറയുന്നില്ല. അതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. എന്നാലും നമുക്ക് വീഡിയോ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.